വെള്ളാട്ട് പൊക്കറ് കോയും കൊണ്ടുവന്നു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വയനാട് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കോഫി ഹൗസിലാണ് കയറിയത്. ഇവിടുത്തെ വെജ് സെക്ഷൻ തായും നോൺ വെജ് മുകളിലും. അങ്ങനെ നമ്മൾ പൊറോട്ടയും ബീഫോ പറഞ്ഞു. അത് കഴിച്ചിട്ട് നേരെ പുറത്താണെങ്കിൽ ക്ലൈമറ്റ് എല്ലാം മാറി മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ വണ്ടിന്റെ 2 ഫോട്ടോ എല്ലാം എടുത്തിട്ട് നേരെ ഓടിയിട്ട് വണ്ടിയിൽ എന്നിട്ട് നേരെ പോയത് ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പോയാൽ പിന്നെ രാത്രി എല്ലാ സ്ഥലത്തും അൽഫാമിന്, അതുകൊണ്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറച്ചി വാങ്ങാൻ വന്ന് നിന്നിട്ടാണ്. കോയിനെക്കൊല്ലുമുള്ള സേഡാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി, കുറച്ച് മുട്ടയും വാങ്ങി വിശപ്പെടുക്കാലോ. അങ്ങനെ വാങ്ങിയ സാധനം എല്ലാം കൂടിയിട്ട് വണ്ടീന്റെ അകത്ത് കയറി. പോത്ത് പോലെ വളർന്നേ ഉള്ളൂ. കുട്ടിക്കളിയൊന്നും ആർക്കും മാറിയിട്ടില്ല. വയസ്സിരിക്കല്ലോ അങ്ങനെ പറഞ്ഞിട്ട് പോലും എന്റെ ഒന്നും മുഖത്തൊരു വ്യത്യാസമില്ല. അങ്ങനെ എല്ലാം കൂടി നമ്മൾ റിസോർട്ടിലെത്തി. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനം എടുത്തിട്ട് നേരെ റൂമിലേക്ക് വിട്ടിന്. വെള്ളാട്ട് പൊക്കറ് കോയും കൊണ്ടുവന്നു. അങ്ങനെ സാധനം എല്ലാം എടുത്ത് കിച്ചണിൽ വെച്ച് ഇറച്ചിയെല്ലാം കഴിയണ്ടേ. അപ്പൊ അതിന്റെ പണി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് മയോണീസിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പത്തേക്കാന്ന് ചോട്ടുവാട്ടം മറക്ക് വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബസ്സിലാ വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് തലക്കാലത്ത് ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കി. എന്റെ ആദ്യത്തെ വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാവുന്ന ആ സാധനം. അതിന്റെ ഇടയ്ക്ക് ഓരോ ആൾ ഓരോ പണിയിലാന്നുള്ളത്. ഇവിടുന്ന് പൊറോട്ട ഇവിടുന്ന് അപ്പുറത്ത് മസാല ആക്കി, പിന്നെ പെരക്ക് വെച്ച ചിക്കനെല്ലാം ഫ്രിഡ്ജിലും എടുത്ത്. അത് കഴിഞ്ഞ് കുറച്ച് സമയമുള്ളതുകൊണ്ട് ലുഡോവും കളിച്ചിട്ട് നേരെ പൂളിലേക്ക് പോയി. അടുത്ത കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എല്ലാവർക്കും ഏകദേശം വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയ മുട്ടേന്റെ അകത്ത് എല്ലാവരും ഓരോരോ ബുൾസായി. എന്നിട്ട് തൽക്കാല വിശപ്പം നടക്കും. പിന്നെയാണ് നമ്മൾ അൽഫാമിന്റെ പണി നോക്കും. കുറെ ആളുകളുണ്ട്, ഒരു 2-3 മണിക്കൂർ എടുത്ത് ഏകദേശം എല്ലാം ആവാൻ വേണ്ടി. അങ്ങനെ കുറെ സമയത്ത് കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മൾ ചിക്കനെല്ലാം ആക്കി ഫുഡെല്ലാം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്ക് ഏകദേശം 1:30-2 മണിയെല്ലാം കഴിഞ്ഞു. പിന്നെ അക്കൂട്ടെ കൊട്ടുവരെ വെറുതെ വിടുന്നില്ല. അവര് ഫുഡ് വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ലപ്പാ. അതുകൊണ്ടാണ്. ബാക്കിയുള്ളത് അടുത്ത പാട്ടിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.